അന്ന് നിമിഷ ബിജൊക്കെ വന്നു. ഇപ്പൊ നിമിഷ ബിജൊക്കെ രേണുവിനെതിരെ വീഡിയോ ചെയ്യുന്നുണ്ടോ? ചെയ്യട്ടെ, ആരാണ് ചെയ്യട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാലോ, എന്റെ പപ്പായ്ക്കും അമ്മയ്ക്കും എന്തായാലും അവർക്ക് അസുഖമൊക്കെ, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ 2 മക്കളെ നോക്കണേ, നമ്മൾ ഇറങ്ങണം. അപ്പൊ ഇവര് ഇതിനെതിരെ പറയുന്നവര് പറയട്ടേന്നെ. ഈ പറയുന്നവർക്കൊക്കെ ഭർത്താവും അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പിന് ആൾക്കാരൊക്കെ ഉള്ളവരായിരിക്കും പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ ആളില്ല ഇപ്പൊ. അപ്പൊ ഞാൻ ഇറങ്ങിയാൽ മാത്രമേ, നിങ്ങൾക്കറിയാലോ ഒരു ശരാശരി ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് അറിയാം അല്ലെ. ഭയങ്കര കഠിനമായിട്ടുള്ള ഇതിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം എന്താ പറയാ, അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു അഭിനയമാണല്ലോ എന്തായാലും ജോലി ചെയ്ത് ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് പ്രശ്നമാണെങ്കിൽ അവരിരുന്ന് പറയട്ടെ, അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് പറയട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അവരെ ആരെയും ഇപ്പൊ ഈ പറഞ്ഞ ഇവരെ പോലും ഞാൻ കുറ്റം പറയാറില്ല. എനിക്ക് താല്പര്യമില്ല കുറ്റം പറയാൻ. ഞാൻ കുറ്റം പറഞ്ഞാൽ വിമർശിക്കാൻ തരത്തിലൊരു ഇതുണ്ടോ? അത് അവര് ചിന്തിക്കണം, സ്വയമേ ചിന്തിക്കണം, ഞാനല്ല ചിന്തിക്കണം. എനിക്ക് അവരോട് ഒരു കുഴപ്പമില്ല. അതെ അതെ, തീർച്ചയായിട്ടും കാണുന്നതായിരുന്നു. ഇപ്പം കാണുന്നില്ല, ഞാൻ കണ്ടിട്ടില്ലെന്നില്ല, കണ്ടിട്ടുണ്ട്. അപ്പം അതെ, അപ്പൊ അവര് എന്നെ കുറ്റം പറയുന്നത് കുറ്റം പറയട്ടെ. അവര് പറയുന്നത് ഞാൻ ഇനിയിപ്പം തിരിച്ചു കുറെ മറുപടി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഒരിക്കലും വന്ന വഴി മറന്നിട്ടില്ല. നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം ഞാൻ വന്ന വഴി മറക്കാത്ത ആളാണ്. ഇന്നീ നിമിഷം വരെ. അതിന് വന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു വഴിയിൽ ചെന്നിട്ടില്ലല്ലോ. ഞാൻ വഴി കൂടെ നടക്കുന്നതല്ലേ ഉള്ളൂ, ഒരു വഴിയിലും എത്തിയിട്ടില്ല. എത്താൻ പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എത്തിയിട്ടേ ഇല്ല. ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കത്തില്ല. ഞാൻ അവരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതിരുന്നാണ്. നേരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുമില്ല. ലാസ്റ്റ് ഞാൻ അവരെ കണ്ടത് കഴിഞ്ഞ ജൂൺ 5 സുധിച്ചേട്ടന്റെ ആണ്ടിന് വന്നപ്പോഴാണ്. പക്ഷെ അന്ന് ഒരു പ്രശ്നമില്ലാതെ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോയവര് എനിക്കെതിരെ വീഡിയോ ചെയ്യുക റീച്ചിന് വേണ്ടിയിട്ടാകാം. അല്ലെങ്കിൽ നമ്മൾ നേരെ വാഗ്വാദം നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ആണ് നമുക്ക് അല്ലെ നമ്മൾ എതിർക്കുന്നത്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ രണാസുന വീണ്ടും എത്തിയിരിക്കുകയാണ്. രണാസുന എവിടെ പോയാലും പുറകെ ക്യാമറയും നോക്കി കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ, കാരണം അവർക്കും കണ്ടന്റ് വേണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നിമിഷ ബിജോയാണ്. അതായത് നിമിഷ ബിജോ രേണുസുധിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരായിട്ട് ഇപ്പോൾ രേണുസുധി പറയുകയാണ്. അതായത് രേണുവിൻ്റെ അടുത്ത് മീഡിയക്കാർ ചോദിക്കുന്നു, എന്താണ് നിമിഷ ബിജു നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞ മറുപടി കേട്ടില്ലേ, ഞാൻ ജോലി ചെയ്താലേ എൻ്റെ കുടുംബം നോക്കാൻ പറ്റുള്ളൂ, എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പ്രായമായവർ, അവർക്ക് ജോലി ചെയ്യാനൊന്നും വയ്യ, അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ടാലേ എൻ്റെ മക്കളെ നോക്കാനും എൻ്റെ കുടുംബം നോക്കാനും പറ്റുള്ളൂ എന്നൊക്കെ ഭയങ്കര സങ്കടത്തിൽ നമ്മുടെ രേണുസുധി പറയുകയാണ്. ഇതല്ലല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രേണുസുധി ഭയങ്കര റിച്ചായി, മാജിക് മൊമെന്റ് എന്ന് പറയുന്ന എന്തോ മദ്യമൊക്കെയാണ് കുടിക്കുന്നത്, ഭയങ്കര അന്ന് ഇതുപോലെയൊന്നും അല്ലല്ലോ സംസാരിച്ചത്. ഇപ്പം പറയുന്നു, ഞാൻ കഷ്ടപ്പെട്ടാലേ എൻ്റെ മക്കളെയും എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ നോക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഭർത്താവ് മറ്റൊരു സ്ത്രീയല്ലേ, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നത് കാണുമ്പോൾ ചിലർക്കൊക്കെ അസൂയാണ്. അതായത് നിമിഷ ബിജോയ്ക്കും അതുപോലെ നമ്മളെ പോലെയുള്ള വിമർശിക്കുന്നവർക്കൊക്കെ അസൂയാണ്. അതുകൊണ്ടാണ് രേണുസുധിയെക്കുറിച്ച് ഓരോ ആൾക്കാരും ഇതുപോലെയൊക്കെ പറയുന്നത് എന്നാണ് രണാസുന പറയുന്നത്. ചോദ്യം ചോദിക്കുന്ന മീഡിയക്കാര് അതെന്തായാലും കൊള്ളാം കേട്ടോ. നിമിഷ ബിജോ ഇത് പറയാൻ എന്ത് അർഹതയാണുള്ളത്, നിമിഷ ബിജോ ചെയ്യുന്ന കണ്ടന്റുകൾ എന്താണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിൻ്റെ അടുത്ത് പറയാണ്. രേണുവിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴണമല്ലോ. അപ്പോൾ രേണു പറയുന്നു, അതെ അവരുടെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ കാണുമായിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോൾ അവരുടെ വീഡിയോസ് ഒന്നും കാണാറില്ല എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം വേറൊരു പുള്ളിക്കാരി ഹനാൻ എന്ന് പറയുന്നവരും എനിക്കെതിരെ വന്ന്, എനിക്കറിയില്ല അവരെന്തിനാണ് എനിക്കെതിരെ സംസാരിച്ചത്. കാരണം ബിഗ് ബോസിൽ പോകുന്നതിന് ഒരു 2 ആഴ്ച മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചാണ്, എടി എന്നാ ഉണ്ട് വിശേഷം ഒന്ന്. അപ്പൊ ഞാൻ തിരക്കാണ്, ഞാൻ പറഞ്ഞ വിശേഷം ഒന്നും ഇല്ലടി, സുഖമായിട്ടിരിക്കുന്നു. എന്നോട് പറഞ്ഞു, നീ അടിപൊളിയായല്ലോ, ആയിടി ഹാപ്പി ആയിട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് പോയാണ്. തിരിച്ച് ഞാൻ ഇറങ്ങിയത് കേൾക്കുന്ന അവരുടെ ആരോപണം. അതായത് രേണുസുധിയുടെ തന്നെ ഒരു ഉറ്റ കൂട്ടുകാരി ഹനാൻ എന്ന് പറയുന്ന, അതായത് മുൻ ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. രേണുസുധി ബിഗ് ബോസിൽ പോകുന്ന 2 ആഴ്ചയ്ക്ക് മുന്നേ വിളിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് അവർ രേണുസുധി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോൾ അബോഷനെ കുറിച്ചും അവർ ഗർഭിണി ആയതിനെ കുറിച്ചിട്ടും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ രേണുസുധിക്ക് അങ്ങ് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം രേണുസുധിയുടെ 2 ആഴ്ച മുന്നേ സംസാരിച്ചതായിരുന്നു എന്ന്. ആ ഒരു വിഷയത്തിൽ രേണുസുധി അന്നൊന്നും പ്രതികരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ അവർക്കെതിരെ പരാതിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. അല്ലാതെ നിസാര കാര്യങ്ങൾ ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതുലിൻ്റെ പേരിൽ കേസ് കൊടുത്തു. ഇത്രയും വലിയൊരു ആരോപണം ഇവരെക്കുറിച്ച് പറഞ്ഞിട്ട്, അതായത് ഇവർ ഗർഭിണിയായി അവർ അബോർഷൻ ചെയ്തു എന്നൊക്കെ ഇവരെക്കുറിച്ച് പറഞ്ഞിട്ട്, അതായത് ഇവരുടെ കൂട്ടുകാർ തന്നെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഹനാനെതിരെയൊന്നും ഈ പറയുന്ന രണാസുന കേസ് കൊടുത്തില്ല? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, വിവരമുള്ള ആൾക്കാരുണ്ട്, കാശുള്ള ആൾക്കാരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്കത് മതി. പിന്നെ ചുമ്മാ വിവരമില്ലാതെ വീട്ടിനകത്തിരുന്ന് മൊബൈലിനകത്ത് കമന്റ് ഇടുന്നവരോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് എന്നെ പറ്റി എന്ത് തോന്നിവാസം പറയുന്നവരോ അല്ല എന്റെ ശക്തി. എന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വിവരമുള്ള, ബുദ്ധിയും വിവരവും
സൗന്ദര്യവും പണവും ഉള്ള കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ എന്റെ സപ്പോർട്ടേഴ്സാണ്. സോ അവരെ ഓർത്താ പോരെ. എന്നാലും രേണുസുതി പറയുന്നത് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും വിവരമുള്ള ആൾക്കാരും കാശുള്ള ആൾക്കാരുമാണ്. എനിക്ക് അവരുടെ സപ്പോർട്ട് മതി, അല്ലാതെ എന്നെക്കുറിച്ച് ഈ ആഡ് കമൻ്റ് ഇടുന്ന അല്ലെ എന്നെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നവരുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട എന്നൊക്കെയാണ് നമ്മുടെ രണാസുന പറയുന്നത്. എന്തായാലും കൊള്ളാം, നമുക്ക് കാണാം എത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, രേണുസുതിക്ക് ഒട്ടും അഹങ്കാരമില്ല, വിവരവും ബുദ്ധിയും ബോധമുള്ളവരൊക്കെയാണ് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ നല്ല പൈസ ഉള്ളവരാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് രണാസുനയുടെ പുതിയ വാദം. ഫൈനാൻഷ്യലി സെറ്റിൽ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒരു ആൺതുണ വേണമെന്ന് തോന്നുന്നുണ്ടോ? വിവാഹത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഞാൻ 2 വർഷം എന്തായാലും എല്ലാവരോടും പറഞ്ഞല്ലോ. 2 വർഷം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടാനുള്ള സമയമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ആലോചിച്ച് തീരുമാനിക്കാനുള്ള സമയമാണ്. ഇതിന്റെ ഇടയിൽ കമന്റ് വരും ഇൻഷുറൻസ് കിട്ടിയിട്ടൊക്കെ കെട്ടാനും. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലില്ല. വക്കീല് വല്ലപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നല്ലാതെ ഞാൻ അതിനെപ്പറ്റി ചോദിക്കുന്നുമില്ല, ഒന്നുമില്ല. അത് എനിക്കല്ല കിട്ടുന്നത്, എനിക്ക് മാത്രമല്ല ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തന്നെ. ഞാൻ ആളുടെ സുധിച്ചേണ്ട നിയമപരമായിട്ടുള്ള വൈഫാണ്. അപ്പൊ എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടിയിരിക്കും. അത് നിയമത്തിന്റെ വഴിയിൽ തന്നെ കിട്ടും. എനിക്ക് മാത്രമല്ല അത് കിട്ടുന്നത്. കിട്ടുവാണെങ്കിൽ സുധിച്ചേണ്ട മൂത്ത ഒരു മകനുണ്ട്, അവനുണ്ട് അവകാശം. ഇളയൊരു കുട്ടിയുണ്ട്, അതിനുള്ള അവകാശം. പിന്നെ സുധിച്ചേണ്ട അമ്മയുണ്ട്, അമ്മയ്ക്ക് അവകാശമുണ്ട്. ഞാൻ സുധിച്ചേണ്ട ഒറിജിനൽ വൈഫ് ആയതുകൊണ്ട് എനിക്കും അവകാശമുണ്ട്. ഇപ്പോഴും സുധിച്ചേണ്ട വൈഫാണ്, ഒറിജിനൽ വൈഫായതുകൊണ്ട് എനിക്ക് അവകാശം കിട്ടട്ടെ, അത്രേ ഉള്ളൂ. ഞാൻ അതിന്റെ പുറകെ ഒന്നും പോകാറില്ല. എന്തായാലും രണാസുന കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഉടനെ ഒന്നുമില്ല കേട്ടോ, 2 വർഷത്തിന് ശേഷമേ ഉള്ളൂ. ഇനി അങ്ങനെ കേൾക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഇനി ഇൻഷുറൻസ് കിട്ടിയിട്ടാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. എന്തായാലും അത് കേട്ടിട്ട് നമുക്കാർക്കും അങ്ങനെ തോന്നിയില്ല. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതാണ് ഉദ്ദേശം എന്നുള്ളത്. അതായത് ഇൻഷുറൻസ് കിട്ടിയിട്ടാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഇൻഷുറൻസ് കിട്ടുന്നെങ്കിലും അതെനിക്ക് മാത്രമല്ല, അതായത് ഞാനാണല്ലോ സുധിച്ചേട്ടൻ്റെ ഒറിജിനൽ ഭാര്യ, എനിക്ക് കിട്ടും, എന്തായാലും ഒരു വിഹിതം എനിക്ക് കിട്ടും, പിന്നെ സുധിച്ചേട്ടൻ്റെ 2 മക്കൾക്ക് കിട്ടും, പിന്നെ അമ്മയ്ക്ക് കിട്ടും എന്നൊക്കെ അങ്ങ് പറയുവാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും ബോധ്യമായല്ലോ, 2 വർഷത്തിന് ശേഷം ഇവർ കല്യാണം കഴിക്കും. അതായത് ഇൻഷുറൻസ് തുക കിട്ടിയതിന് ശേഷം കല്യാണം കഴിക്കാൻ വേണ്ടി മഹതി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം കേട്ടോ. രേണുസുതിയുടെ ബുദ്ധി വിമാനം. ക്രിസ്മസിന് ഞാൻ വല്ലപ്പോഴും കഴിക്കൂന്ന് പറഞ്ഞതില്ല. ഞാൻ മുഴുവൻ വെള്ളവടി, ഞാൻ മുഴുവൻ സിഗരറ്റ് വലി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വ്ളോഗേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ, എനിക്ക് ഒരു തെറ്റുമില്ല. എന്നെ അറിയാവുന്ന കുറച്ച് വീട്ടമ്മമാരും കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കറിയാം ഞാൻ ആരാണ്. ഞാൻ മുഴുവൻ വെള്ളവടിയോ മുഴുവൻ സിഗരറ്റ് വലിയോ ഒന്നും കൊടുത്തു പോലില്ല. പിന്നെ അല്ല വെള്ളം അടിക്കുന്നത് ഇതിനകത്ത് വ്ളോഗേഴ്സ് ഞാൻ കഴിഞ്ഞ ദിവസം സജിന ചേച്ചിയുടെ ഷൂട്ടിന് പോയപ്പം നിങ്ങൾ ചോദിച്ചു ക്രിസ്മസിന് എന്താ സ്പെഷ്യൽ. അപ്പൊ ഞാൻ മാജിക് മൊമെന്റിന്റെ കാര്യം പറഞ്ഞു, അത് ഭയങ്കര ഹിറ്റായി ആ വീഡിയോ. അപ്പൊ ഞാൻ പറഞ്ഞത് വല്ലപ്പോഴും നമ്മള് ആരാ അടിക്കാത്ത എനിക്കറിയത്തില്ല, ഞാനത് തുറന്ന് പറയുന്നു. ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തവർ തുറന്ന് പറയണമെന്നില്ല, ഞാനിത് പറയുന്നു സ്കിൻ ട്രീറ്റ്മെന്റിന്റെ കാര്യം. അപ്പൊ അതുപോലെ ഞാൻ വല്ലപ്പോഴും കഴിക്കുമെന്ന് പറഞ്ഞാൽ അത്ര തെറ്റൊന്നുമല്ല. അതിനകത്തുനിന്ന് എടുത്തിട്ട് കുറെ വ്ളോഗേഴ്സ് രേണുസുതി സ്ഥിരം വെള്ളവടി സ്ഥിരം, എന്താണ് ഇതിനൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയാം. ഗവൺമെന്റ് വിൽക്കുന്ന സാധനല്ലേ, ഗവൺമെന്റ് വിൽക്കുന്ന സാധനല്ലേ ആണ്. അതിന് സ്ഥിരം നമ്മൾ ചെയ്യത്തില്ലല്ലോ. അതിന് അങ്ങനെ വ്ളോഗേഴ്സ് എടുത്തിട്ടിട്ട് അലക്കുന്നുണ്ട്.